സഞ്ജു സാംസൺ തകർത്ത് കളിച്ചതും ഇന്ത്യക്ക് ലോകകപ്പ് കിട്ടിയതും ഒക്കെ നമ്മളെ ഒരുപാട് സന്തോഷത്തിലാക്കി. അതിനുശേഷം നടന്ന സ്വീകരണ പരിപാടികളുടെ വീഡിയോ ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടു. അവസാനം നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് സ്വീകരണം നൽകി. അതായത് നമ്മുടെ കേരള സർക്കാരിന്റെ ഒരു ആദരം പോലെ തന്നെ അത് തന്നെ കേരള സർക്കാരിന്റെ ഒരു ആദരം അദ്ദേഹത്തിന് കിട്ടി. അപ്പൊ അദ്ദേഹം വേദിയിൽ നടത്തിയ പ്രസംഗമൊക്കെ ഭയങ്കര പ്രസക്തമായ കാര്യങ്ങളുണ്ട്. കാരണം ഒരുപാട് തോൽവിയിൽ നിന്ന് തിരിച്ചു കയറി വന്നതാണ്. അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക്, അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ തോൽവികളിൽ തിരിച്ചു വരാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുകയും നമുക്കത് ശരിക്കും ഒരു ഇൻസ്പിറേഷനാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മളെ ഹെയ്റ്റ് ചെയ്യുന്ന, നമ്മളെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേര് നമ്മളെ കുറ്റം പറയുമ്പോൾ തിരിച്ച് അതിന് മറുപടി നൽകാതെ പകരം നമ്മൾ അവരുടെ മുന്നിൽ ആണായിട്ട് നടന്നു കാണിക്കുക എന്നുള്ളതാണ് അദ്ദേഹം നൽകിയ ഒരു സന്ദേശം. അപ്പൊ അതിനുശേഷമാണ് ഞാൻ കണ്ട ഒരു വീഡിയോ, മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലേക്ക് അദ്ദേഹം കയറി ചെല്ലുന്നതും അങ്ങനെ കുറച്ച് വീഡിയോ ഉണ്ട്. എന്തായാലും അതൊന്ന് കണ്ടു നോക്കൂടെ. ഇനിയിപ്പം ഞാൻ ഒത്തിരി പ്ലേ ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് എന്താ പറയുന്നത്, ഏത് മനുഷ്യനും ഒരു നല്ല നിലയിലെത്താം. സഞ്ജു നൽകിയ ഒരു സന്ദേശവും ഇതായിരുന്നു. ആർക്കാണെങ്കിലും സഞ്ജു ഇന്നിരിക്കുന്ന ഒരു സ്ഥാനത്തേക്ക്, അതിപ്പോ ക്രിക്കറ്റ് ആകണമെന്നില്ല, ഏത് സ്പോർട്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് മേഖലയാണെങ്കിൽ പോലും, ഇപ്പം പഠന മേഖലയാണെങ്കിൽ അല്ലെങ്കിൽ തൊഴിൽ മേഖലയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്പോർട്സ്, അതുപോലെ ഓരോ കാര്യങ്ങളിൽ അവരവരുടെ കഴിവ് പ്രകടമാക്കി നല്ലൊരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ന് സഞ്ജു നിൽക്കുന്നത് പോലെ തന്നെ ആളുകളുടെ മുന്നിൽ എന്താ പറയുന്നത്, ഒരു ആദരവോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ബഹുമാനം അർഹിക്കുന്ന രീതിയിൽ അവർക്കും ആർക്കും ആകാമെന്നാണ് സഞ്ജു നൽകിയ ഒരു സന്ദേശം. അപ്പോ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് അദ്ദേഹം. കാരണം ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ആളുകളോട് ഇടപെടുന്ന ഒരു രീതിയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം നോക്കിക്കാണാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ചീറിയെടുക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ കണ്ടുപിടിക്കേണ്ടതാണ് ഇതുപോലെ ശാന്തം സ്വഭാവമുള്ള ഒരു മനുഷ്യൻ, അല്ലേ? നമ്മള് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും ചിരിയോടുകൂടി അതിനെ നേരിടുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഒരു വളരെ കെയറിങ്ങോട് കൂടി സംസാരിച്ച് അവരുടെ മനസ്സ് കീഴടക്കുന്ന ഒരു മനുഷ്യൻ, അല്ലേ? നമ്മള് ശരിക്കും അദ്ദേഹത്തെ ഇപ്പം ഒരു ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂവർ ചോദിച്ചു, ബാക്കിയുള്ള ഇന്ത്യൻ ടീമിലെ അംഗങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിലൊക്കെ ഹോളിഡേ ആഘോഷിക്കാൻ പോയപ്പോഴൊക്കെ സഞ്ജു പറഞ്ഞത്, ഞാൻ എൻ്റെ വീട്ടുകാരുടെ കൂടെയായിരുന്നു. ഒന്ന് അപ്പനും അമ്മയ്ക്കും നൽകുന്ന ബഹുമാനം, അമ്മയുടെ അടുത്തേക്കാണ് എത്തിയത്. പിന്നെ പിന്നെയുള്ള കാര്യം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാലിക്കട്ട് വരെ യാത്ര. ഒരു യാത്ര എന്നൊക്കെ പറയുമ്പം എന്ത് രസമുള്ള കാര്യം. അത് നാട്ടിൽ കൂടെ ആണേലും നമ്മൾ കുറച്ച് പേര് കൂടി ഒരു വണ്ടിയിൽ നല്ല കാര്യങ്ങൾ സംസാരിച്ച് അല്ലെങ്കിൽ ഒരു ഓളമൊക്കെ വെച്ച് പോകുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക ഫീലാണ്. അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പൊ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വണ്ടിയൊക്കെ എടുത്തിട്ട് യാത്ര പോവുക, മനസ്സ് ഭയങ്കര റിലാക്സ് ആവും എന്ന് പറയുന്ന പോലെ അദ്ദേഹം ശരിക്കും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഇന്റർവ്യൂവർ ചോദിച്ചതിന് പോലും അദ്ദേഹം മറുപടി നൽകി. അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ വലിയ കാര്യങ്ങളാണ്. മറ്റുള്ളവർ കാശിട്ട് പൊടിക്കുന്ന സമയത്ത്, പൊടിച്ചു കളയുന്ന സമയത്ത് അദ്ദേഹത്തിന് പൈസ ഉണ്ട്, പക്ഷെ അദ്ദേഹം അങ്ങനെ പൊടിക്കില്ല. ആവശ്യത്തിന് പൊടിക്കുന്നുണ്ടാവും, പക്ഷെ അത് അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ എന്നാലും അദ്ദേഹം വീട്ടുകാരെ, കൂട്ടുകാരെ, അദ്ദേഹത്തിന്റെ ആളുകളുടെ അടുത്തേക്കാണ് അദ്ദേഹം ഇറങ്ങി ചെല്ലാൻ നോക്കിയത്. നല്ല സ്റ്റാർഡം ഉണ്ട്, നല്ലൊരു ലെവലിലാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, അപ്പൊ ഇപ്പം സഞ്ജു എന്ന മനുഷ്യൻ അല്ലെങ്കിൽ സഞ്ജു എന്നൊരു പ്ലെയർ, ആ ഒരു വ്യക്തി, അദ്ദേഹത്തെ ഇപ്പം ആളുകൾ അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളും വീക്ഷിക്കും. ചെയ്യും. കാരണം അദ്ദേഹത്തിൽ ഒരു പ്രത്യേകതയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു പ്രത്യേകത, വെറുപ്പിക്കുന്ന ഒരു സംഭവം ഇല്ല. അപ്പം എന്തോ ഒരു ദൈവാനുഗ്രഹം ഉണ്ടെന്ന് അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യം കേട്ടോ. കാരണം
അദ്ദേഹത്തിന്റെ എല്ലാ ഉയർച്ചയിലും അദ്ദേഹം പറയുന്നുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെന്ന്. ശരിക്കും താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെയാണ്. അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യുന്നു. ബാക്കി ദൈവത്തിന്റെ ഒരു എന്താ പറയുന്നത്, ഒരു ഇടപെടലും കൂടി ഉണ്ടെന്ന്, ഒരു ദൈവികമായ ഒരു ഇടപെടൽ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും സഞ്ജു സാംസൺ എന്ന ഒരു ക്രിക്കറ്റ് പ്ലെയർ വ്യക്തി എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്, ഒരു മാതൃകയാണ്. മനുഷ്യന്മാരാകുമ്പോൾ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം അല്ലേ? നമുക്കൊരു പൊട്ടിത്തെറി, നമുക്ക് മറ്റുള്ളവരോട് ദേഷ്യം ഉണ്ടാകാം, അരിശം ഉണ്ടാകാം. ചിലപ്പോൾ നല്ല മൂഡ് അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്ന രീതികൾ തെറ്റാം. പക്ഷെ അങ്ങനെയുള്ളവരൊക്കെ ഒരു സഞ്ജുവിനെ മാതൃകയാക്കുന്നതല്ല, ക്രിക്കറ്റ് പ്ലെയർ എന്ന നിലയിലല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഇടപെടുന്ന രീതികളൊക്കെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹം തന്നെ പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ ഭയങ്കര ബാക്കൗട്ട്, അതായത് ഫോം ഔട്ട് സമയങ്ങളിൽ അദ്ദേഹം തന്നെ മോട്ടിവേറ്റ് ചെയ്ത്, അദ്ദേഹത്തിനെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് തിരിച്ചു വരണം എന്നൊരു മോട്ടിവേഷൻ കൊടുത്ത് അദ്ദേഹത്തിന്റെ പിഴവുകൾ മനസ്സിലാക്കി തിരിച്ചു വരുന്നത് ആ ഒരു സ്വഭാവമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് വ്യക്തമായ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ്, പിന്നെ സ്കില്ല് എല്ലാം കൊണ്ടും എന്തോ ഒരു നല്ലൊരു ദൈവികതയുണ്ട് അദ്ദേഹത്തിന്. അപ്പം സഞ്ജു എന്ന സ്പോർട്സ്മാൻ, സഞ്ജു എന്ന ക്രിക്കറ്റർ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. ഇനി വരാൻ പോകുന്നത് IPL ആണ്. മഹാരഥനായ ധോണിയുടെ കൂടെയാണ് കളിക്കാൻ പോകുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കുറച്ചുകൂടെ കൂടി വരും. കളിയോടുള്ള സമീപനങ്ങളൊക്കെ വളരെ കുറേയും കൂടെ നല്ല കാഴ്ചപ്പാട് ഉണ്ടാകും. എന്തായാലും എനിക്ക് സഞ്ജുവിനെ പറ്റി പറയുമ്പോൾ 100 നാവാണ്. ഇതുപോലെ തന്നെ ഒരുപാട് പേരും ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സഞ്ജു സാംസൺ ഉയരങ്ങളിൽ എത്തട്ടെ. അദ്ദേഹത്തിനെ ഉയരങ്ങളിൽ എത്തിക്കാൻ അദ്ദേഹത്തിന്റെ ഒപ്പം നിന്ന അദ്ദേഹത്തിന്റെ അപ്പൻ, അമ്മ, പിന്നെ അദ്ദേഹത്തിന്റെ ഒപ്പം കളിച്ച സഹോദരൻ, ഇവർക്കൊക്കെ ഒരു പ്രത്യേക എന്താ പറയുന്നത്, ഒരു സ്നേഹമുണ്ട്. പിന്നെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രതിസന്ധി സമയത്ത് അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വൈഫ്, എന്താ അല്ലേ, ഒരു ഫാമിലി ഫുള്ളോടെ നിന്നു. ആ കൂട്ടത്തിൽ തന്നെ കൂട്ടുകാർ കൂടെ നിന്നു. പിന്നെ നമ്മൾ നാട്ടുകാരുടെ പ്രാർത്ഥന വന്നു. എല്ലാം കൂടെ ആയപ്പം അദ്ദേഹം ഇല്ലേ ഒരു ലെവലിലെത്തി. അതാണ് ഒരു ഇനി വരുന്ന കളികളിൽ അദ്ദേഹം IPL ആകട്ടെ, ഇനി ODI ടീമിൽ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആകട്ടെ, 2020-ലാകട്ടെ, അദ്ദേഹത്തിന്റെ ആ ഒരു കളി മികവ് തെളിയിച്ചുകൊണ്ടേയിരിക്കട്ടെ, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ. മാത്രമല്ല, ഈ 2 കാര്യങ്ങളിലൊന്നും, ഇനി ടെസ്റ്റ് ടീമിലേക്ക് അദ്ദേഹം എത്തുക എന്നുള്ള ഒരു ഇച്ചിരി കടമ്പയുള്ള കാര്യങ്ങളാണ്. അതിലും അദ്ദേഹം ശോഭിക്കട്ടെ അല്ലെ? ശോഭിച്ച് കാണുന്ന നമുക്ക് കാണാൻ ഒരു സന്തോഷമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ സഞ്ജു സാംസന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത്, മറ്റുള്ള ആൾക്കാർക്ക് വിഷമിച്ച് ഒരു ഇൻസ്പിറേഷനാണ് അദ്ദേഹം. പിന്നെ എന്തുകൊണ്ടോ നമുക്ക് അദ്ദേഹത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. പണ്ട് സച്ചിനോടുണ്ടായിരുന്ന ഒരു ഇഷ്ടം, യുവരാജിനോടുള്ള ഇഷ്ടം, ധോണിയോടുള്ള ഇഷ്ടം അല്ലെ, ഓരോരുത്തർക്കും ഓരോ കളിക്കാരോട് ഒരു ഇഷ്ടമുണ്ട്. ആ ഒരു ഇഷ്ടം ഇപ്പൊ സഞ്ജു സാംസണോടും ഉണ്ട്. എന്തോ എല്ലാരും ക്രിക്കറ്റ് കളി പണ്ട് കാണിച്ച് നിർത്തിയിരുന്ന ഒരുപാട് പേര് തിരികെ ക്രിക്കറ്റ് കളി കാണാനായിട്ട് എന്താ പറയാ TV-യുടെ മുന്നിലേക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സഞ്ജു സാംസൺ ആണ്. പറയാതിരിക്കാൻ മേല. ഒരു ഇൻസ്പിറേഷൻ ആണ് അദ്ദേഹം. ഉയരങ്ങളിലെത്തട്ടെ അല്ലേ?